സൂറത്തുൽ ഫാത്തിഹ. അൽ ഫാത്തിഹ എന്നാൽ തുറക്കുന്നത്, ഓപ്പണിംഗ് എന്നാണ് അർത്ഥം. അതായത് തുടക്കം. പരിശുദ്ധ ഖുർആൻ തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ഞാൻ കാവൽ തേടുന്നു, ഞാൻ ശരണം തേടുന്നു. ബില്ലാഹി അള്ളാഹുവിനോട്, മിനശ് ശൈത്വാനി പിശാചിൽ നിന്നും, റജീം ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ബിസ്മി നാമത്തിൽ. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അർ റഹ്മാനി പരമകാരുണികനായ, അർ റഹീം കരുണാനിധിയായ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദു സ്തുതി, ലില്ലാഹി അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹു? റബ്ബി രക്ഷിതാവായ, അൽ ആലമീൻ ലോകങ്ങളുടെ, സർവലോകങ്ങളുടെയും, സർവപ്രപഞ്ചത്തിൻ്റെയും, പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും, എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യർ ജിന്ന് അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള അള്ളാഹു? അർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ. മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനായ. മാലിക് ഉടമസ്ഥനായ, യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ, അതായത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥനായ. ഈ മൂന്നായത്തിൻ്റെയും അർത്ഥം ഒരുമിച്ച് പറയണം. അതെങ്ങനെ പറയും? പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, പരമകാരുണികനും കരുണാനിധിയുമായ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇവിടെ റബ്ബി, അർ റഹ്മാനി, അർ റഹീമി, മാലിക്കി എന്നീ 4 വാക്കുകൾ തൊട്ടു മുമ്പ് വന്ന അള്ളാഹി എന്ന വാക്കിൻ്റെ ബദലുകളാണ്, അല്ലെങ്കിൽ നഅത്തുകളാണ്. ഇനി അള്ളാഹുവിനെ നേരിട്ട് വിളിച്ച് നമ്മൾ പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. അടുത്തത് പ്രാർത്ഥന. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഹ്ദി നയിക്കണമേ, ന ഞങ്ങളെ, അസ്സിറാത്ത മാർഗത്തിൽ, അൽ മുസ്തഖീമ നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സിറാത്ത എന്നത് ആദ്യം പറഞ്ഞ അസിറാത്തയുടെ ബദലാണ്. സിറാത്ത മാർഗത്തിൽ, അല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ, അല്ലദീന മുളാഫിൻ ഇലൈഹിയാണ് സിറാത്തയുടെ. അൻഅംത അലൈഹിം നീ അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിന് പാത്രമായവരുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. കോപിക്കപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശം ജൂതന്മാരും, പിഴച്ചുപോയവർ എന്നതുകൊണ്ട് ഉദ്ദേശം ക്രിസ്ത്യാനികളുമാണ്. പിഴച്ചുപോയവരുടെയും കോപിക്കപ്പെട്ടവരുടെയും മാർഗത്തിലല്ലാതെ നേരായ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്.
ആമീൻ. ഇതിന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നവസാനം നമ്മൾ പറയും.